ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദയുടെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല, വേദയെ വിളിക്കാതെ ഇനിയിപ്പോൾ ഫയൽ കണ്ടെത്താൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ വിക്രം വിളിച്ചു. അതെ, ആ ഫയൽ എവിടെ? ഹലോ സർ, ആരാ സർ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ വേദ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ദർശൻ ഇത് അപ്പുറത്തിരിപ്പുണ്ട്. എടി, മര്യാദയ്ക്ക് ഷോ വെക്കാതെ കാര്യം പറയടി. നിന്റെ ഈ മറ്റേ ആളെ കൊല്ലി പെരുമാറ്റം ഉണ്ടല്ലോ, അത് ഒട്ടും ശരിയാവുന്ന പരിപാടിയല്ല. മര്യാദയ്ക്ക് പറയടി എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ദർശൻ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോവാണ് വേദ. അപ്പൊ വേറെ റൂമിലേക്ക് ചെന്നു. ഹലോ, പറ സർ. ഇത്തിരി സമയം തന്നാ ഞാനൊന്ന് ആലോചിക്കാം സർ. കളിയാക്കുന്നതിനൊരു പരിധിയുണ്ടേ. ഓ, ഇപ്പൊ പിടികിട്ടി. ഓ, വിക്രമായിരുന്നു അല്ലേ? ശരി. അയ്യോ, എന്തിനാ ഫോൺ വിളിച്ചത്? നിന്റെ ശബ്ദം കേട്ട് സന്തോഷിക്കാനല്ല. ആ ഫയൽ എവിടാ വെച്ചത്? ഏത് ഫയലാ വിക്രം എന്ന് ചോദിച്ചോ. ദേ, എപ്പോഴും ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചൊന്നും വരില്ല. ആ ഫയൽ എവിടെയാ വെച്ചതെന്ന് പറയടി കുരുപ്പേ. കൊള്ളാലോ, നല്ല നല്ല വാക്കുകളൊക്കെ വായിന്ന് വീഴാൻ തുടങ്ങിയല്ലോ. ഒരു മാഷിന്റെ മകനാ, അത് മറക്കണ്ട. ഉപദേശിക്കാതെ നീ സത്യം പറ. ഞാൻ കബോർഡിൽ വെച്ച ഫയൽ നീ എവിടെയാ വെച്ചത്? സി, വിക്രം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു മനസ്സിലാവുന്ന വിധത്തിൽ പറയുവോ? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ അത് നോക്കിയതിന് സാക്ഷികളുണ്ട്. നീ സത്യം പറയുന്ന നല്ലത്. ഓ, ആ ഫയലോ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അതെടുത്തു വെച്ചത്. അതെന്തിനാ നീ എടുത്തതെന്നാ ചോദിച്ചത്. ദേ, ഇങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ ഞാൻ ഫോൺ വെക്കാം, പറഞ്ഞേക്കാം. ശരി, ദേഷ്യപ്പെടുന്നില്ല, ഒന്ന് പറഞ്ഞ് തുലയ്ക്ക് എന്ന് പറഞ്ഞു. എവിടെയാത്? ദേ, വീണ്ടും ചീത്ത വിളിക്കുന്നു. ഞാൻ പറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് കളിക്കാനുള്ളതല്ല വേദ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയലാ. അതെവിടെയാന്ന് പറ വേദ എന്ന് പറഞ്ഞു. അങ്ങനെ മര്യാദയ്ക്ക് എന്നോട് ചോദിക്കേ, ഞാൻ പറയാം. ആ ഫയല്, അയ്യോ, ഞാനത് എവിടെയാ വെച്ചത് പോലും ഓർക്കുന്നില്ലല്ലോ. എവിടെയായിരുന്നു അത്? എടി, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാനാകെ വട്ടായിരിക്കാം. ശരിക്കും ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല വിക്രം. ഒരു കാര്യം ചെയ്യാം, വിക്രം ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നെയും കൂട്ടി നേരെ തിരിച്ചു പോകാൻ നോക്കാം. എന്നാൽ അവിടെ വന്നാൽ ആലോചിക്കുമ്പോ എനിക്ക് പക്ഷേ ഓർമ്മ വന്നേക്കും. കൂട്ടിക്കൊണ്ടുവരാനോ ഇങ്ങോട്ടോ? അല്ലാതെ പിന്നെ ഫയൽ അവിടെയല്ലേ വെച്ചത്? അപ്പൊ നീയല്ലേ സകലരോട് യാത്ര പറഞ്ഞിറങ്ങിയത്? പക്ഷെ നിങ്ങൾ വന്ന് തിരിച്ചു വിളിച്ചാൽ ഞാൻ തിരിച്ചു പോരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അത് കൂടാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്നലെ വഴക്കുണ്ടായപ്പോ ഞാൻ അത് ഇങ്ങോട്ട് വരാനുള്ളൊരു അവസരമായിട്ട് ഞാൻ അതങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ കാലത്തും രക്ഷപ്പെടാനുള്ള അവസരമായിട്ട് നിങ്ങളത് കരുതിയോ? എന്നോടൊപ്പം കുറച്ചു കാലം താമസിച്ചില്ലേ എന്ന് ചോദിച്ചാ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മോൻ വന്ന് എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. ഫയലൊക്കെ ഞാൻ എടുത്തു തന്നേക്കാം. എന്താ പോരെ എന്ന് പറഞ്ഞു ഫോണങ്ങ് വെച്ചു കേട്ടോ. അപ്പൊ വിക്രം വീണ്ടും പെട്ടു. അയ്യോ, എന്താ പറയാ, ഈ വേതാളത്തെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയ്ക്കും കൈ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ദേ ശ്രീനി സാറിന്റെ വിളി. വേഗം ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഹലോ സർ എന്നൊക്കെ പറഞ്ഞു വളരെ ഭവ്യതയോടെ. നിന്നെ ഞാൻ രാവിലെ വിളിച്ചിരുന്നല്ലോ, കിട്ടിയില്ലല്ലോ, എന്തു പറ്റി? അത് പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു. പിന്നെ ഞാൻ സാറിനെ തിരിച്ചു വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു വിക്രം. സൈൻ ചെയ്ത പേപ്പേഴ്സ് ഒക്കെ താലൂക്ക് ഓഫീസിൽ എത്തിയോ? ഇല്ല സർ, എത്തിക്കാം സർ. ഉച്ചയ്ക്ക് മുൻപ് വേണം. ആ, എന്നാ ശരി സർ. പിന്നെ അധികം വൈകാതെ ഇങ്ങ് പോരെ, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇറങ്ങാം എന്ന് പറഞ്ഞു. ശരി സർ എന്ന് പറഞ്ഞ വിക്രം ഫോൺ വെച്ചു. ഇനി എന്ത് ചെയ്യാനാ? ഓ, വേദയെ കൂട്ടിക്കൊണ്ടുവരാതിരിക്കാൻ യാതൊരു നിർവാഹവും വിക്രത്തിന്റെ മുന്നിലില്ല. ആ ഫയൽ വേണമല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജഡ്ജി സാറിന്റെ വീട്ടില് പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് സദ്യ ഉണ്ണാനായിട്ടിരിക്കുകയാണ്. അപ്പൊ വേദയും മുത്തശ്ശിയും എന്താ പറയാ, ദർശനും അച്ഛനും അമ്മയും നമ്മുടെ ശങ്കർ നാരായണനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവരും നമ്മുടെ വർഷയും ദീപ്തിയും അമ്മയും കൂടിയാണ്, നമ്മുടെ പത്മവും കൂടിയാണ് വിളമ്പുന്നത്. എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആ, എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാണ്, വർഷയുടെ 7ാം മാസത്തിലെ ചടങ്ങ്, വിളിച്ചോണ്ട് പോകൽ ചടങ്ങ് നടത്തണ്ടേ ഗായത്രി? പിന്നെ ചടങ്ങുകളെല്ലാം അതിൻ്റെതായ മര്യാദയ്ക്ക് തന്നെ നടത്തണ്ടേ? പിന്നെ ചന്ദ്രേട്ടന്റെ അമ്മയും പെങ്ങളും വരുമ്പോ ഇവിടുത്തെ കാര്യം ഒന്ന് സംസാരമാവും. അതേ ഉള്ളൂ ഒരു വിഷമം എന്ന് പറഞ്ഞു. അതിനെന്താ? അപ്പൊ പെട്ടെന്ന് തന്നെ വേദ ഇങ്ങനെ ശ്രദ്ധിക്കാട്ടോ, ഇവർക്കൊരു ചൊരിക്കുത്ത്.
അതിന് ഇവിടത്തെ കാര്യം അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അതൊക്കെ നമുക്ക് പറയാം മുത്തശ്ശി. പക്ഷേ ആളുകളുടെയൊക്കെ വാ അടപ്പിക്കാൻ ആകുമോ അമ്മേ നമ്മളെ കൊണ്ട് എന്ന് ചോദിക്കുകയാണ് ഗായത്രി. അന്യരുടെ കാര്യമല്ലല്ലോ, എൻ്റെ മോളുടെ നാത്തൂന്റെ വിഷയമല്ലേ, അതാണൊരു പ്രശ്നം. അപ്പൊ വേഗം ചന്ദ്രൻ പറയാണ്, ഗായത്രി മതി, അനാവശ്യമായ ചർച്ചയിൽ പോകണ്ട എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറയുന്നത് കേട്ടോ, വർഷയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങിന് മുൻപ് തന്നെ ദർശന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയാ പോരെ? മുത്തശ്ശി ചോദിക്കുക, ചന്ദ്രശേഖരൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല, വേദ എന്താണേലും തിരിച്ചു വന്നില്ലേ, ആ നിലയ്ക്ക് ദർശനമായിട്ടുള്ള വിവാഹം പെട്ടെന്ന് തന്നെ നടത്തിയാലോ എന്നാ എനിക്കൊരാലോചന എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് എല്ലാവരും. അല്ല, അങ്ങനെ പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറയുമ്പോ എന്ന് പറഞ്ഞ ഈ ചന്ദ്രശേഖരന്റെ കാല ചവിട്ടുകയാണ് കേട്ടോ ഗായത്രി. മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ ഗായത്രി, ആ വിവാഹം എന്താ എങ്ങനെ നടന്നതെന്ന് അറിയാലോ, അവളത് ഉപേക്ഷിക്കാനും തയ്യാറാ. പിന്നെ നമുക്കെന്താ പ്രശ്നം? അച്ഛാ, വേദയോടൊന്ന് സംസാരിച്ചിട്ട് ആദ്യം കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം മോനെ, അതിനുശേഷം ബാക്കി. ഇപ്പോഴത്തെ മാനസികമായ പിരിമുറുക്കവും സ്ട്രെസ്സും ഒക്കെ തീരട്ടെ, എന്നിട്ട് സാവകാലം സംസാരിച്ച് ഒരു ഡേറ്റ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെ, അതിനു മുൻപ് വലിയവർ സംസാരിച്ചുറപ്പിക്കേണ്ട ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഗായത്രി. നമ്മള് വീട്ടുകാർ തമ്മിൽ എന്താ കണ്ടീഷൻസ് എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രശേഖരൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാണ്. ഗായത്രി ഒന്നോടെ, അതെ, നാള് കുറിക്കലും ഇൻവിറ്റേഷൻ അടിക്കലും ആളെ ക്ഷണിക്കലും ഒന്നും വേണ്ട, എത്രയും വേഗം തീയതി നിശ്ചയിച്ച് എന്താ പറയാ കല്യാണം നടത്തുക. വർഷയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് തന്നെ അതങ്ങ് നടത്തുക. എന്താ ഗായത്രി എന്ന് ചോദിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സമ്മതമാ എന്ന് പത്മം പറഞ്ഞു. അപ്പൊ ഗായത്രിക്ക് വേറെ നിർവാഹമില്ല. അപ്പൊ ഗായത്രി പറയാണ്, എല്ലാവരും സമ്മതിച്ചാ എനിക്കും വേറെ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ശങ്കരേട്ടൻ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ശങ്കരനാരായണൻ ഇങ്ങനെ കുറെ നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് ദർശന്റെ മുഖത്തേക്കും വേദയുടെ മുഖത്തേക്കും ഒന്ന് നോക്കി. അപ്പോഴും പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ ആന്റി എന്ന് പറഞ്ഞു വേദ. വേദ, അച്ഛാ, എന്റെ വേറെ ഒരു സംശയം മാത്രമാണ് അച്ഛാ, എല്ലാവരെയും ധിക്കരിച്ച് വിക്രത്തിന്റെ വീട്ടിലേക്ക് പോയതല്ലേ ഞാൻ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ദർശന് വേണ്ടിയിട്ട് വീണ്ടും ആലോചിച്ചതെന്ന് വരുന്ന ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ, അപ്പൊ എന്തു പറയും എന്ന് ചോദിച്ചു വേദ തിരിച്ച്. അപ്പം കുറച്ചു നേരം ഗായത്രി അവിടെ നിന്നിട്ട്, അതും ശരിയാണ്, ചോദിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എത്രയും ആളുകൾ രണ്ടാം കെട്ട് നടത്തുന്നു, എന്റെ മോന് അതായിരുന്നു താല്പര്യം എന്ന് എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലായി. ആദ്യം ബന്ധുക്കളൊക്കെ കുശുകുശത്തേക്കാ, പിന്നെ അതങ്ങ് മാറിക്കോളും അല്ല ചന്ദ്രേട്ടാ? ആ എന്ന് പറഞ്ഞു ചന്ദ്രൻ. എന്നാലും അതിനു മുൻപ് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി എന്താന്നൊന്നും അറിയണ്ടേ അല്ലേ അച്ഛാ? അതല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചു വേദ. അപ്പം പിന്നെ മിണ്ടുന്നില്ല. അപ്പൊ വേഗം ദർശൻ പറഞ്ഞു, നമുക്ക് ഈ വിഷയം ഇപ്പൊ സംസാരിക്കണോ? ഇപ്പം നമ്മൾ കൂടിയത് ശങ്കറിന്റെ പെരുന്നാളിനല്ലേ, എന്തായാലും അത് കഴിയട്ടെ എന്ന് മുത്തശ്ശിയും ദർശനൊപ്പം ചേർന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു വേദ. എല്ലാവരും ഒന്ന് കേൾക്കണം, അതിനുശേഷമാകാം. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ചെന്നും ഇറങ്ങിപ്പോകുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഷോക്കായി പോയി. എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ ഇവളിങ്ങനെ പറയണത് എന്നുള്ള മട്ടില്ല. അതെ, സത്യമാണ്, അത് ഞാൻ ദർശനോട് ഇപ്പൊ തന്നെ പറഞ്ഞും കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ശങ്കരനാരായണൻ ഇങ്ങനെ നിൽക്കുക. വിക്രമനോടും ആ കുടുംബത്തോടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ദേഷ്യവും ഇല്ല. പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം പ്രാധാന്യം തന്നെ വിക്രമിന്റെ വീട്ടുകാർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. എല്ലാവരും കുറെ നേരം സ്റ്റക്കായിട്ട് ഇനി ആ സത്യം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛന്റെ പിറന്നാളിന് പങ്കെടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, വന്നു, പങ്കെടുത്തു, സന്തോഷായി എന്ന് പറഞ്ഞു. അപ്പം ശങ്കരനാരായണനും ഒച്ചയും ബഹളം ഒന്നുമില്ല, മിണ്ടാതെ നിൽക്കാണ്. എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ വിക്രം ഇവിടേക്ക് എത്തുകയും ചെയ്യും എന്നൂടെ വേദ പറഞ്ഞപ്പം എല്ലാം തകിടം മറിഞ്ഞു. നീ എന്താ പറയണത്? അപ്പൊ അവൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന് പറഞ്ഞതോ? ഞങ്ങളെ കളിയാക്കാണോ നീ എന്ന് ചോദിച്ചു ശ്രീ. വിക്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്നുള്ളത് ശരിയാവാം. മനുഷ്യർക്ക് ചില സമയത്ത് ചെയ്ത തെറ്റുകൾ ചിലപ്പോ തിരുത്തണം എന്ന് തോന്നില്ലേ? വിക്രമിന് അത് തെറ്റാൻ തോന്നി, അത് തിരുത്താൻ തയ്യാറുമായി. ശ്രീയേട്ടൻ അത്രമാത്രം വിചാരിച്ചാൽ മതി. അച്ഛാ, ഇവൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പോ നീയും ഇന്നലെ രാത്രി ഇവനും കൂട്ടി വന്നതും നിന്നതും പറഞ്ഞതുമെല്ലാം നാടകമായിരുന്നോ? അല്ലച്ച, നാടകമല്ല.
അത് വിക്രത്തിന്റെ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു വേദ. അപ്പൊ പിന്നെ മിണ്ടാൻ ഉത്തരവില്ലാതിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അച്ഛന്റെ കൂടെ ഈ ഒരു ദിവസം കൂടാനായിട്ട് എനിക്ക് വേറൊരു വഴിയും തോന്നിയില്ല. അതുകൊണ്ട് ഒരിക്കൽ നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നീ വീണ്ടും ആവർത്തിക്കുകയാണോ? അത് മറക്കരുത് എന്ന് പറഞ്ഞു ശ്രീ. അപ്പൊ കുറച്ചു നേരം നിന്നിട്ട് വേദ, കൂടപ്പറപ്പിനെ വിലയിടുന്നതിലും വലിയ തെറ്റൊന്നും അല്ലല്ലോ ശ്രീയേട്ടാ. എന്റെ വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. നിനക്കിപ്പോഴും വിശ്വാസമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് വിശപ്പ് മാറില്ല കുട്ടി, അത് ഓർത്തോണം എന്ന് പറഞ്ഞു ഗായത്രി. എന്നായാലും സ്വന്തം കാലിൽ നില ഉറപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ് ആന്റി ഞാൻ. അപ്പൊ ദർശൻ, എന്താണെങ്കിലും സമ്മതിച്ചോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, നിന്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യബോധവുമുള്ള നീ എന്തിനാണ് ബലമായി കെട്ടിയ ഒരു താലിയുടെ പേരിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ബലി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അടുത്തത് ദർശന്റെ ചോദ്യം. അപ്പൊ ദർശന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല വേദയ്ക്ക് പറയാൻ. അപ്പൊ വേദ പിന്നെ പെട്ടെന്ന് ആലോചിച്ചത് നമ്മുടെ ശങ്കർ നാരായണൻ വിക്രത്തിനെ കൊല്ലാൻ പറഞ്ഞ ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മുടെ തീരുമാനം ഉറച്ചതാവും, ചിലപ്പോൾ എല്ലാം പുറത്തു പറയാൻ പറ്റണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ്റെ കാര്യം കൊണ്ട് പുറത്തു പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ താലി എൻ്റെ കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നിയോഗം അതുണ്ടാവും, എന്താണെങ്കിലും അത് മാറ്റാൻ പറ്റില്ല. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ശരിക്കും സന്തോഷമായിട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിക്രം വന്നു. അയ്യോ വണ്ടിയുടെ ഒച്ച കേട്ടല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ വേദ എഴുന്നേക്കാണ്. മോളെ നീ ഉണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പത്മ. അച്ഛനോടൊപ്പം ഈ ദിവസം ഓരോരുള്ള കഴിക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അതെന്താണേലും നടന്നോ, അത് മതി എന്ന് പറഞ്ഞ് വേഗം തന്നെ കൈ കഴുകിയിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് വിക്രം വേതാളം വേതാളം എന്ന് ഇവിടുന്ന് അലറി വിളിക്കുന്ന കേൾക്കുന്നത്. അപ്പം അതെ, വിക്രം എനിക്ക് ഇട്ടിരിക്കുന്ന ചെല്ലപ്പേരാ വേതാളം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ദീപ്തി അവിടെ ഇങ്ങനെ നിൽക്കാണ്. അയ്യോ ഫസ്റ്റ് പേര് തന്നെ, വിക്രമാദിത്യനും വേതാളവും ചേരും, നന്നായി ചേരും. മുത്തശ്ശി, അച്ഛ, അമ്മേ എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് വേഗം തന്നെ ഇറങ്ങി പോവാണ് കേട്ടോ. എന്താ പറയാ, വേദ ഇറങ്ങിപ്പോയപ്പോഴത്തേനും വേഗം തന്നെ പത്മം പുറകെ ചെന്ന് മോളെ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് തന്നെ ശങ്കർ നാരായണൻ പറഞ്ഞു. എന്നിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്കാണ് ഇവരെത്തുന്നത്. അപ്പോഴാണ് മാഷ് പോവാനായിട്ട് ഇറങ്ങുന്നത്. ഈ കാഴ്ച കണ്ട് മാഷും നമ്മുടെ കമലയും കണ്ണിങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ. അപ്പം വേഗം തന്നെ മാഷിന്റെ ഓർമ്മ വന്നു, ഒരു കണ്ടീഷൻ ഉണ്ട്, വിക്രം തിരിച്ചു വിളിച്ചാൽ ഞാൻ വരും എന്ന് നമ്മുടെ പറഞ്ഞിട്ടാണ് വേദ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പം മാഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ഇനിയിപ്പം എന്തായിരിക്കും സംഭവിച്ചിരിക്കുക. അതെ, വിക്രം വന്ന് വിളിച്ചു അച്ഛ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വേദ പറഞ്ഞു. അപ്പൊ പിന്നെ വേദ ഒന്നും പറയാനില്ലല്ലോ. അച്ഛ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്നൂടെ പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറേ നേരം നിന്നുട്ടോ. ഞാനായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി വന്നതല്ല അച്ഛ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രവും മിണ്ടുന്നില്ല. വിക്രം ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. അമ്മേ, അതെ, ഇങ്ങനെ ഒരു സമയത്ത് അമ്മയാണ് അച്ഛൻ വന്ന് വിളിച്ചത് എങ്കിൽ അമ്മ ഇറങ്ങി പോരില്ലേ അമ്മേ എന്ന് ചോദിച്ചു. എന്താ അമ്മേ, പോരില്ലേ? ആ പോരും എന്ന് വേഗം തന്നെ കമലയും പറഞ്ഞു കേട്ടോ. അപ്പം ഒന്നും മിണ്ടുന്നില്ല. കുറച്ചു നേരം ഇങ്ങനെ നോക്കി. മാഷ് കമലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ല മാഷേ, അവൻ ചെന്ന് വിളിച്ചതല്ലേ, അല്ലാതെ ആ കുട്ടി സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ലല്ലോ മാഷേ എന്ന് പറഞ്ഞു. തങ്ക ചിലങ്കയാണെങ്കിലും തലയിൽ വെക്കരുതെന്നൊരു ചൊല്ലുണ്ട്, നീ സൂക്ഷിച്ചോ കമലെ എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ് ഇറങ്ങി പോവാണ്. നീ എവിടെ പോയി തന്നെ വിളിച്ചോണ്ട് വന്നാണോ? ഇപ്പൊ വിശദീകരിക്കാൻ നേരമില്ല, മിഴിച്ചു നോക്കി നിൽക്കാതെ പോയി ചെന്ന് എടുത്തോണ്ട് വാടി. എന്താടാ കാര്യം എന്ന് ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. അപ്പൊ ശ്രീജ അടുത്തി നന്ദിനി അടുത്തി ഇറങ്ങി വരുവാണ്. നന്ദിനിയുടെ കണ്ണാണെങ്കിൽ നല്ല ബൾബ് പോലെ നിൽക്കുകയാണ്. പോയത് വീണ്ടും എത്തിയോ എന്നുള്ള മട്ടില്ല. വിക്രം വന്ന് വിളിച്ചാ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു ഏട്ടത്തി. വിക്രം വന്ന് വിളിച്ചു, ഞാൻ പോന്നു എന്ന് പറഞ്ഞു വേദ. അടിപൊളി. അതെ, സംസാരിച്ച് നിൽക്കാതെ അത് എടുത്തു തരാനാ നിന്നോട് പറഞ്ഞത്. മിണ്ടാതിരി മനുഷ്യ, എടുത്തു തരാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് വേദ ബാഗ് എടുത്ത് അവിടേക്ക് വെച്ചു. എന്നിട്ട് നേരെ എന്താ പറയാ, വിക്രത്തിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോ റൂം മൊത്തം വലിച്ചു വാരി സകല സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ് വിക്രം. ഇത് കയറി വന്നിട്ട് എന്റെ ഈശ്വര എന്താ ഈ കാണുന്നത് എന്ന് ചോദിച്ചു. എന്താ വിക്രം ഇത് ആന കരിമ്പം കാട്ടി കയറിയ പോലെ ഉണ്ടല്ലോ. ദേ, വലിയ വർത്തമാനം ഒന്നും പറയാതെ ഫയൽ എടുത്തതാടി എന്ന് പറഞ്ഞു. ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചാ ഞാൻ അതെവിടെ വെച്ചു എന്ന് എങ്ങനെ ഓർത്തു വയ്ക്കും? ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, അവിടെ എല്ലാരും കാത്തിരിക്കുക. നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്, ഞാനത് എവിടെയാ വെച്ചത്?
ഇവിടെ ഈശ്വര. അപ്പൊ വേദ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തപ്പി. അപ്പൊ ആ ഡ്രോ മേശയും ഒക്കെ ഒന്ന് വലിച്ച് തുറന്നൊക്കെ ഒന്ന് നോക്കിയിട്ടോ. പക്ഷേങ്കിൽ അതിലൊന്നും കാണുന്നില്ല. അയ്യോ എന്റെ പൊന്നോ, എന്തൊരു ചൂടാ എനിക്ക് ഇതിനകത്ത്. ചൂടെടുത്തിട്ട് പാടില്ല. നോക്കി നിൽക്കാടെ, ആ ഫാനൊന്ന് ഓൺ ചെയ്യാൻ എൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞു. ഞാനിവിടെ വേന്ന് കണ്ടില്ലേ, നിന്നെ എനിക്ക് വറക്കാൻ അറിയാഞ്ഞിട്ടില്ല, ഈ സമയമായിപ്പോയി. അവസാനം നിവൃത്തിയില്ലാതെ വിക്രം ചെന്ന് ഫാനൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കുകയാണ് കേട്ടോ. നിവൃത്തിയില്ലല്ലോ, ഒന്ന് വേഗം എടുത്ത് തൊലയ്ക്ക. ഓ, വറക്കാൻ ഇങ്ങ് വന്നാൽ മതി, നിങ്ങൾ ഞാൻ വറക്കാം. അപ്പം വീണ്ടും തപ്പി 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 സ്റ്റൗവിൻ്റെ അടുത്ത് വരെ ചപ്പോ തൊട്ട്. ഇത് കാണുമ്പോഴത്തേനും വിക്രത്തിന് ദേഷ്യം സഹിക്കാൻ പറ്റണില്ല. കുറേ നേരം, നീയല്ലേ ഒന്ന് പൂഴ്ത്തി വെച്ചത്, എവിടെയാന്ന് നിനക്ക് തന്നെ അറിയില്ലേ, ഒന്ന് പറയണ്ടേ വേദ എന്ന് പറഞ്ഞു. വേദ അടുത്തേക്ക് വന്നിട്ട്, അതെ, ഞാൻ വെക്കുമ്പോൾ ഉള്ളതുപോലാണോ ഇപ്പൊ ഈ മുറി? ആകെ അലങ്കോലായിട്ടിടുമ്പോ ഓർക്കണായിരുന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വേദ. എന്റെ പൊന്നോ, വിക്രത്തിന് ഇതുപോലൊരു പറ്റാനില്ല. അവസാനം പിന്നെയും വേദ ഇങ്ങനെ ആലോചിച്ചോണ്ട് നടക്കാണ്. കിട്ടി, ഓർത്തു എന്ന് പറഞ്ഞു. വേഗം തന്നെ കിടക്കുന്ന തലവണയുടെ അടിയിൽ നിന്ന് ഒരു പെട്ടിയും അതിനകത്ത് നീ ഫയലും എടുത്ത്, ദാ നിങ്ങളുടെ ഫയല് എന്ന് പറഞ്ഞു കൊടുത്തു. ദാ ഇതെവിടെയാ കിടന്നിരുന്നെന്നറിയോ? ദോ അവിടെ എന്ന് പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരില്ലേ, അവരുടെ സ്വപ്നമല്ലേ ഇത്. ഇത്ര അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അതുകൊണ്ടാ സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചത്. എന്നിട്ട് കടിച്ചു കീറാൻ വരുവാ. അപ്പൊ ആ പെട്ടി അടയ്ക്കാൻ തുടങ്ങിയപ്പം, ഒരു മിനിറ്റ്, അതിനകത്ത് വേറൊരു ഫയൽ കൂടി ഇരിക്കുന്നു. അത് എന്ന് ചോദിച്ചു. ആ ഇതോ എന്ന് ചോദിച്ചു. ആ ഇത് തന്നെ, ഇത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ. അതെ, ഇതും ആ കബോർഡിൽ പൊടി പിടിച്ച് കിടക്കായിരുന്നു എന്ന് പറഞ്ഞു. കഷ്ടപ്പെട്ട് പഠിച്ചവർക്കേ അതിന്റെ വില എന്താണെന്ന് അറിയൂ. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാ. നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെയായി പോയതെന്ന് എനിക്കറിയില്ല. ആരോടുള്ള പ്രതികാരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമെന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കണ്ടപ്പോ മറ്റൊരു വിക്രം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചതാ എന്ന് പറഞ്ഞു. വിക്രത്തിന് എന്തോ വേദയോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി കേട്ടോ. അന്ന് നിങ്ങൾ ഉറക്കമൊളച്ചതിൻ്റെയും കഷ്ടപ്പെട്ടതിൻ്റെയും ഫലമാണല്ലോ ഈ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ. അത് സംരക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് എടുത്തു വെച്ചത്. എന്നെങ്കിലും ഒരിക്കൽ ഇത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം വരും. അതുവരെ ഇത് സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പം വേദയുടെ മുഖത്ത് നോക്കിയിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞത്. യു ആർ വെൽക്കം എന്ന് വേദയും തിരിച്ച്. അപ്പം മുഖത്തോട് മുഖം നോക്കി കണ്ണി നോക്കി രണ്ടുപേരും പ്രണയിച്ച് തുടങ്ങാണ് പതിയെ പതിയെ ആ മനസ്സുകളുടെ അടുപ്പം. അപ്പം പിന്നെ ശരി എന്ന് പറഞ്ഞു വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പം ശ്രീനിവാസ സാർ പറഞ്ഞത് ഓർമ്മ വന്നു, വരുമ്പോൾ നിന്റെ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള കാര്യം. അപ്പൊ വേദയോട് പറയുകയാണ്, അതെ ശ്രീനിവാസ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിന്നെയും കൂടി കൂട്ടിയിട്ട് വേണം ചെല്ലാൻ, വേഗം റെഡിയായിക്കോ എന്ന് വേദയോട് പറയുകയാണ് കേട്ടോ വിക്രം. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. മനസ്സോടെയല്ല, നല്ല സന്തോഷത്തോടു കൂടി തന്നെ വേദ വിക്രത്തിനൊപ്പം പോവാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.